കേസിൽ ഇന്ന് ആദ്യം തന്നെ പ്രതിക്ക് എന്താണ് ശിക്ഷയെക്കുറിച്ച് പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് കോടതി ആരാഞ്ഞത്. പ്രതി തനിക്ക് പ്രായമായ അമ്മയുണ്ടെന്നും അമ്മയ്ക്ക് പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെന്നും താൻ മനഃപൂർവ്വമായി ചെയ്ത കൊലപാതകമല്ല ഇതെന്നും മറ്റുമുള്ള അവകാശവാദങ്ങളാണ് കോടതിയിൽ നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. തുടർന്ന് പ്രോസിക്യൂഷൻ്റെയും ഡിഫൻസിൻ്റെയും വാദങ്ങൾ കോടതി ശിക്ഷയെ സംബന്ധിച്ചുള്ളത് കേട്ടു. പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, പ്രതിയെ തന്നെ സഹായിക്കാനായി എത്തിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളതെന്നും ഭാരതത്തിലെ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിൽ തന്നെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ കോടതിയിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഗതി അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളുടെ പരിധിയിൽ പെടുന്നതാണെന്നും ഈ കേസിൽ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും പ്രതിയെ സഹായിക്കുവാനായി ആ സ്ഥലത്ത് എത്തിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളുടെ പരിധിയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. കുറ്റകരമായ നരഹത്യയ്ക്ക് സ്വാഭാവികമായും പരമാവധി ശിക്ഷ, കുറ്റകരമായ നരഹത്യയ്ക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 2 ശിക്ഷകൾ മാത്രമേ, കുറ്റകരമായ നരഹത്യ എന്നുള്ള കുറ്റകൃത്യത്തിന് 2 ശിക്ഷകൾ മാത്രമേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ളൂ. അതൊന്ന് ജീവപര്യന്തവും മറ്റൊന്ന് വധശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഈ കേസ് ഉയർത്തിയത്. പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയ ഒരു ആരോപണം, ഡോക്ടർ വന്ദനയുമായി പ്രതിക്ക് മുൻ വിരോധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ളതിലേക്ക് പോകാതെ പരമാവധി ഇളവ് പ്രതിക്ക് നൽകണമെന്നുള്ള ഒരു വാദമാണ് ഈ കേസിൽ പ്രതിഭാഗം ഉയർത്തിയത്. ഈ 2 ഭാഗവും കേട്ടതിന് ശേഷമാണ് 27 ശനിയാഴ്ച ഈ കേസിൻ്റെ വിധി പറയാനായി കോടതി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്.